ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, 14-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ചിന്തിക്കുന്നത്. 14-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പൊ മനുഷ്യന്റെ എല്ലാ ചെയ്തികളെയും അറിയുന്നതിനു വേണ്ടി, രഹസ്യവും പരസ്യവുമായ ചെയ്തികളെ അറിയുന്നതിനു വേണ്ടി ഹൃദയത്തെ ശോധന ചെയ്യുന്നവനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ ചെയ്തികളും ദൈവം അറിയുന്നു എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ ബോധ്യം ഉണ്ടാകണമെന്ന് 14-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങ് തകർത്താടുകയാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ആ കല. പക്ഷെ അത് കാണാനായി അവിടെ ഉണ്ടായിരുന്നത് പ്രശസ്ത കലാകാരനായിരുന്ന സൂര്യ കൃഷ്ണമൂർത്തി മാത്രമായിരുന്നു. നിരവധി കസേരകള് നിരത്തി ഇട്ടിരുന്നു. പക്ഷേ നമ്മുടെ പള്ളികളിലും ക്ഷേത്രങ്ങളിലും കുരിശടികളിലും ഇന്നത്തെ പോലെ നേർച്ച സദ്യ അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാണികള് ആരും തന്നെ കൃഷ്ണനാട്ടം കാണുവാൻ എത്തിയിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഏക ശ്രോതാവെന്ന് പറയുന്നത്, അത് കണ്ടിരുന്ന ഏക മനുഷ്യൻ പ്രശസ്ത കലാകാരനായിരുന്ന സൂര്യ കൃഷ്ണമൂർത്തി മാത്രമായിരുന്നു. അദ്ദേഹം കലാകാരനായിരുന്നത് കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ആ കൃഷ്ണനാട്ടം മുഴുവൻ അദ്ദേഹം ആസ്വദിച്ചു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ആടിയവരൊക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഈ അവസരത്തില് ആ കൃഷ്ണനാട്ടം കഴിഞ്ഞ് അവസാനമായി വേദി വിട്ടിറങ്ങിയ ആ നടന്റെ അടുത്ത് എന്നിട്ട് കൃഷ്ണമൂർത്തി ചോദിച്ചു, കാണികളായി മറ്റാരും ഇല്ലാതിരുന്നിട്ടും ഇത്രമാത്രം മികവോടുകൂടി, ഇത്രമാത്രം പൂർണ്ണതയില് ഈ കൃഷ്ണനാട്ടം അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധ്യമായത്? കാരണം കാണികളായിട്ട് ആകെ ഒരേ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉടനെ ആ നടന്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം കൃഷ്ണമൂർത്തിയോട് പറയുകയാണ്, ആ വേദിയില് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് നിങ്ങൾ കണ്ടില്ലേ? ആ നിലവിളക്ക് ഈശ്വര സാന്നിധ്യ പ്രതീകമാണ്. ഞങ്ങൾ ആടിയത് കാണികളുടെ എണ്ണം നോക്കിയിട്ടല്ല, ഈശ്വരന്റെ മുമ്പിലാണ് എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞങ്ങൾ ആടിയത്. അപ്പൊ ഈ നടന്റെ മറുപടിയിൽ നിന്ന് വലിയൊരു പാഠമാണ് കൃഷ്ണമൂർത്തിക്ക് ലഭിച്ചത്. ആ വലിയ സന്ദേശമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്തും ദൈവം കാണുന്നു എന്ന ചിന്തയും ദൈവത്തിനായിട്ടാണെന്ന ബോധ്യവും ഉണ്ടാകുമ്പോൾ എല്ലാം ഉദാത്തമായിട്ട് മാറുന്നു എന്ന വലിയ സന്ദേശമാണ് ആ നടന്റെ വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പുണ്യശ്ലോകനായിരുന്ന പെരുമ്പള്ളി തിരുമേനി, അദ്ദേഹം പലവട്ടം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സന്ദർഭവശാൽ ഓർത്ത് പോകുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പിന്നിൽ 1000 ആളുണ്ടെങ്കിലും അഥവാ ആരും തന്നെ ഇല്ലെങ്കിലും മുൻപിൽ നിൽക്കുന്ന കർത്താവുണ്ടെന്ന് നിങ്ങൾ മറന്ന് പോകരുത്. പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ ആ വാക്കുകള്
വളരെ ശ്രദ്ധേയമാണ്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആ തിരുമേനി പറഞ്ഞതെങ്ങനെയാണ്? നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പിറകിൽ 1000 ആളുണ്ടെങ്കിലും അഥവാ ആരും തന്നെ ഇല്ലെങ്കിലും മുൻപിൽ നിൽക്കുന്ന കർത്താവുണ്ടെന്ന് മറന്നു പോകരുത്. അപ്പൊ ജനങ്ങളുടെ എണ്ണമല്ല വിശുദ്ധ കുർബാനയുടെയും പ്രാർത്ഥനയുടെയും മാനദണ്ഡം നിർണയിക്കേണ്ടത്. വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീർക്കുന്ന പരികർമ്മികളുണ്ട്. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ കുർബാന അവസാനിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്ന ആധുനിക തലമുറയിലെ ഭക്തന്മാരും പുതിയ പരികർമ്മികളും 14 സങ്കീർത്തനം 2-ാമത്തെ വാക്യം മനസ്സിരുത്തി ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുമെങ്കിൽ ദൈവ നിന്ന ഒഴിവാക്കുവാൻ സഹായകരമാകും. അപ്പൊ ഈശ്വര സന്നിധിയിലാണ് പൂജാതി കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത്. ദൈവ തിരുസന്നിധിയിലാണ് ദൈവ സാന്നിധ്യ പ്രതീകം നമ്മുടെ മുന്നിൽ അൾത്താരയിൽ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്. ഈശ്വരൻ എന്ന പദത്തിന്റെ അർത്ഥം അതിമനോഹരമാണ്. ഈ സമം ഇച്ഛകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, ശ്വാസമം ശ്വാസം അഥവാ പ്രാണൻ, രാസമം അഗ്നിയുടെ ബീജാക്ഷരം. അപ്പൊ ശരീരത്തിൽ ഇച്ഛകളെയും അല്ലെങ്കിൽ ആഗ്രഹങ്ങളെയും പ്രാണനെയും ചൂടിനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നവനാരോ അവനാണ് ഈശ്വരൻ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പ്രാണനും ചൂടും നമ്മുടെ ആഗ്രഹങ്ങളുമെല്ലാം നിലനിർത്തുന്ന ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവം നമ്മുടെ രഹസ്യ പരസ്യ എല്ലാ കാര്യങ്ങളെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞ അതിമനോഹരമായ മറ്റൊരു കാര്യമുണ്ട്. കൈയില്ലാത്ത മനുഷ്യന് ദാനം സ്വീകരിക്കാൻ കഴിയില്ല. അപ്പൊ കൈയില്ലാത്ത മനുഷ്യന് ദാനം സ്വീകരിക്കാൻ കഴിയാത്തതുപോലെ ദൈവവിശ്വാസമില്ലാത്തവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുകയില്ല. ഇത് ഗാന്ധിജി പറഞ്ഞത് പരമമായ ഒരു സത്യമാണ് എന്ന് മനസ്സിലാക്കി സങ്കീർത്തനം 14-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിന്റെ ആത്മീയമായ ആന്തരികമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ തിരുസന്നിധിയിലെ പൂർണ്ണതയോടുകൂടി അതിലെല്ലാം ഉപരി മികവോടുകൂടി എല്ലാ വേലകളും ചെയ്തു തീർക്കുവാൻ, പ്രത്യേകിച്ച് ആരാധനാപരമായ കാര്യങ്ങൾ, പ്രാർത്ഥനാപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനും അതിലെല്ലാം ഉപരി സഹജീവികളോടുള്ള കടമ യഥാവിധി നിർവഹിക്കുവാൻ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ നിർവഹിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് ഇന്നത്തെ ഈ സങ്കീർത്തന വേദഭാഗം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ആയതിന് എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.